കവിയൂർ പള്ളിക്കവലയ്ക്ക് സമീപത്തുണ്ടായ അക്രമത്തിലെ പ്രധാന ആസൂത്രകനാണ് സജു ജോസ്. വഴിയരികിൽ കാൽ കാത്തുകിടന്ന സംഘം ബൈക്കിലെത്തിയ മനുഷ്യന്റെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞു. ശേഷം ഇരുമ്പ് പൈപ്പ് അടക്കം ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. വിദേശ മലയാളി കവിയൂർ തെക്കേ മാക്കാട്ടിൽ അനീഷാണ് സജു ജോസിന് ആക്രമണത്തിനുള്ള കൊട്ടേഷൻ നൽകിയത്. ഇയാൾ കൃത്യം നിർവഹിക്കാൻ മറ്റൊരു സംഘത്തെ ചുമതലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. ഈ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട 5 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. പന്തളം പടനില സ്വദേശി അനിൽകുമാർ, ചെറുതന സ്വദേശി ജി യദുകൃഷ്ണൻ, വിയപുരം സ്വദേശി KD സതീഷ് കുമാർ, അമ്പലപ്പുഴ കരുമാടി സ്വദേശി ഷമീർ ഇസ്മായിൽ എന്നിവർ ജാമ്യത്തിലാണ്. കൊട്ടേഷൻ നൽകിയ അനീഷിന് സജു ജോസിനെ പരിചയപ്പെടുത്തിയ തുകലശ്ശേരി സ്വദേശി അഭിലാഷ് മോഹനാണ്. ഇയാളെയും നേരത്തെ പിടികൂടിയിരുന്നു. 2 വർഷം മുൻപ് വിദേശ മലയാളി അനീഷിന് മർദ്ദനമേറ്റിരുന്നു. മനീഷ് വർഗീസ് അടങ്ങുന്ന 4 അംഗ സംഘമായിരുന്നു പിന്നിൽ. ഇതിന്റെ വൈരാഗ്യം തീർക്കുന്നതിനാണ് അനീഷ് സജു ജോസിന് കൊട്ടേഷൻ നൽകിയത്. പന്തളത്ത് നാമജപ ഘോഷയാത്രയ്ക്ക് നേരെയുണ്ടായ കല്ലേറിൽ ചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന 60-കാരൻ കൊല്ലപ്പെട്ട കേസിലെ 3-ാം പ്രതിയാണ് പിടിയിലായ സജു ജോസ്. പെൺകുട്ടിയെ ആക്രമിച്ചതടക്കം സജു ജോസിനെതിരെ പന്തളം പോലീസ് സ്റ്റേഷനിൽ മാത്രം 3 കേസുകളുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.